എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു കുട്ടി റിവ്യൂവും പ്രൊമോ റിവ്യൂ ആണ്. കാണാത്തവർ കണ്ടോട്ടെ. അപ്പം ബാലേന്ദ്രൻ ആകെ ടെൻഷനിലാണ് വണ്ടി ഓടിക്കുന്നത്. വണ്ടിയാണെങ്കിൽ നല്ല സ്പീഡിലാണ് ഓടിക്കുന്നത്. അപ്പോഴും മനസ്സ് ആകെ ടെൻഷനിലാണ്. ഈ സമയം അലീന ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട്. ബാലേന്ദ്രൻ ഇറങ്ങിപ്പോയപ്പോൾ അലീനയോട് പോവാണ് എന്ന് പറഞ്ഞില്ല. ഫ്രണ്ടിൽ ഡോർ അടയ്ക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ റൂമിൽ ബാലേന്ദ്രൻ ഉണ്ട് എന്ന് കരുതി ചായയായിട്ടാണ് വരുന്നത്. ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയതിന് ശേഷം ചായ കുടിച്ചിട്ടേ ബാലേന്ദ്രൻ പോകാറുള്ളായിരുന്നു. റൂമിൽ വരുമ്പം ബാലേന്ദ്രനെ കാണില്ല. പക്ഷേ റൂം ആകെ അലങ്കോലമായി കിടക്കുവാണ്. ബെഡിൽ തലേനെയെല്ലാം എടുത്ത് താഴെയിട്ടേക്കുന്നു. അതുപോലെ കബോർഡിലിരുന്ന അവരുടെ ആൽബമൊക്കെ വലിച്ച് താഴെയിട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അതെല്ലാം നോക്കിയിട്ട് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്ത് നോക്കും അലീന. അതിനുശേഷം റൂം വൃത്തിയാക്കി വെച്ചിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി പോരുവാണ്. എന്നിട്ട് ഈ കാര്യം മുത്തശ്ശിയോട് പോയി പറയും. മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ബാലേന്ദ്രൻ സാറ് പോയി എന്നോട് പറഞ്ഞില്ല, ചായ കുടിച്ചില്ല, റൂമിൻ്റെ വാതിലടച്ചില്ല, അതുപോലെ റൂമിൽ ഫാമിലി ആൽബവും ഫോട്ടോസും എല്ലാം എടുത്ത് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനതെല്ലാം അടുക്കി വെച്ചു. അതെല്ലാം കാണുമ്പം എന്തോ ഒരു പന്തികേട് പോലെ എനിക്ക് തോന്നുവാണ് എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ചിലപ്പം പല ഓർമ്മക്കേടും വരുമല്ലോ, ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നടക്കുമല്ലേ, അതൊന്നും നീ കാര്യമാക്കണ്ട, വൈകിട്ട് ഏതായാലും അവൻ ഇങ്ങോട്ട് വരുമല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് വൈജയന്തി വീട്ടിലോട്ട് വരുവാണ്. വൈജയന്തി ആകെ കട്ടക്കലിപ്പിലാണ്. എങ്ങനെയെങ്കിലും അലീനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം, അതേ ഉള്ളൂ ഒരേ ഒരു ലക്ഷ്യം. ഏതായാലും കയറി വരുമ്പം കൃഷ്ണമോൾ അമ്മ ഇന്ന് നേരത്തെ ആണല്ലോ എന്ന് പറയുമ്പോൾ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോകുക കേട്ടോ. അത് കഴിഞ്ഞ് മുഖമൊക്കെ കഴുകി വന്നിരിക്കും. അന്നേരം അലീന ചായയും കൊണ്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അമ്മയോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്കൊന്ന് റെസ്പോണ്ട് ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സൗകര്യമില്ലായിരുന്നു, നീ പോയിട്ട് കേസ് കൊടുക്കുക എന്ന് പറയും. അത് കഴിഞ്ഞ് ആകെ ടെൻഷനോടെ അവിടെ ഇരിക്കുവാണ്. അന്നേരം കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, നിനക്കിന്ന് ട്യൂഷൻ ഇല്ലായിരുന്നു കൂടി എന്ന്. അന്നേരം കൃഷ്ണമോളും മിണ്ടില്ല. അന്നേരം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, അവൾക്കും പറയാൻ മനസ്സില്ല, അമ്മ കൊണ്ട് കേസ് കൊടുക്കുക, അതല്ലേ ഇവിടുത്തെ രീതി എന്ന് പറയുവാണ്. അന്നേരം എല്ലാവരും കൂടെ എന്നോട് യുദ്ധത്തിന് വരുവാണോ എന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന ചായ ഒന്നും കുടിക്കുന്നില്ല, ഇങ്ങനെ ആകെ ടെൻഷനായിട്ടിരിക്കുക. അന്നേരം അലീന അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, മേഡം ദേ ചായ ആറുന്നു, കുടിക്കുന്നില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, മേഡം വിഷമിക്കേണ്ട, ഞാൻ നാളെ കഴിഞ്ഞ് ഇവിടുന്ന് പൊയ്ക്കോളാം, എനിക്ക് കുറച്ച് തുണി വാഷ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ നാളെ തന്നെ പോയേനെ എന്ന് പറയുമ്പം കൃഷ്ണമോൾ ചാടി എന്നിട്ട് ഒരു ചോദിക്കും, ഇതെന്താ ഇങ്ങനെ പറയുന്നത്, എന്തിനാ ഇവിടുന്ന് പോകുന്നേ എന്ന് ചോദിക്കുമ്പം, പോണം മോളെ, ഞാനാണ് ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ് മേഡം പറയുന്നത്, അതുകൊണ്ട് ഞാൻ പോകുവാണ്, അതാണ് നല്ലത് എന്ന് പറയും. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ. അന്നേരം കുഴപ്പമില്ല, ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്ന അലീന തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട്, ബാലേന്ദ്രൻ സാറ് എൻ്റെ അക്കൗണ്ടിലേക്ക് 1,87,000 രൂപ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞ് ഇട്ട് തന്നായിരുന്നു എന്ന് പറയുന്നത്. വൈജി പറയുവാണ്, അതിന് കോമ്പൻസേഷൻ എന്നല്ല പറയേണ്ടത്, വേറെ വല്ല പേരുമാണ് എന്ന്. അന്നേരം അലീനയ്ക്ക് ദേഷ്യം വരും. അലീന വയ്ക്കും, അതിന് വേറെ എന്ത് പേരാണ് മാഡം ഇടേണ്ടത്, ഒന്ന് പറഞ്ഞേ എന്ന് പറയും. അന്നേരം ഈ ചൊറിഞ്ഞ വർത്താനം പറഞ്ഞ് ശീലമായതുകൊണ്ട് വായിന്ന് പുറത്തേക്ക് വന്നതാണ്. ആകെ ഒരു ടെൻഷൻ ആകുന്നുണ്ട്. കാരണം അലീന എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ കേൾക്കുമല്ലോ. ഏതായാലും അലീനയ്ക്ക് ദേഷ്യം വരുന്നു. അതുകൊണ്ട് തന്നെ അലീന എല്ലാ കാര്യങ്ങളും 2 പെൺമക്കളെ മുമ്പ് വെച്ച് വിളിച്ച് പറയുവാണ്, മേഡത്തിൻ്റെ മകൻ മയക്കുമരുന്ന് തന്ന് എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പം എൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ കത്രിയെടുത്ത് വയറ്റി കുത്തി ഹോസ്പിറ്റലായി. അതിൻ്റെ കോമ്പൻസേഷൻ എന്ന രീതിയിലാണ് 1,87,000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് സാറിട്ടത്. ഏതായാലും ഇനി എനിക്ക് ആ പൈസ വേണ്ട, ഞാനത് തിരിച്ചു തരും. ആ പൈസ ഞാൻ മേഡത്തിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചു തരും, അല്ലെങ്കിൽ പിന്നീട് മേഡം പറയും ഞാനും സാറും കൂടി നടത്തിയ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന്, അത് കേൾക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അലീന അങ്ങ് പോകുമ്പോഴേക്കും കൃഷ്ണമോളും ബബിതയും ഇങ്ങനെ ഞെട്ടിത്തരിച്ചിരിക്കുവാണ്. ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കും. അവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലാതെ, പെമ്മക്കളുടെ മുഖത്ത് പോലും നോക്കാനുള്ള ഒരു ത്രാണിയില്ലാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് വൈജ റൂമിലേക്ക് പോകുന്നുണ്ട്. കൃഷ്ണമോളും ബബിതയും മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന പോലെ നിൽക്കുവാണ്. അതിനുശേഷം മക്കളെ രണ്ടുപേരെയും വിളിച്ച് ഉപദേശിക്കുന്നുണ്ട് വൈജയന്തി, ഈ നടന്ന സംഭവത്തെക്കുറിച്ച് നിങ്ങൾ ആരും അലീനയോട് ചോദിക്കരുത് എന്ന്. അന്നേരം കൃഷ്ണമോൾ ചോദിക്കും, അതെന്താ ചോദിച്ചാലെന്ന്. അന്നേരം വൈജയന്തി പറയുവാണ്, നമ്മൾ അങ്ങനെ ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവളുടെ മുമ്പിൽ നാണം കിടും, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പം അതാണോ അതിനൊരു മറുപടി എന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണമോൾ. അന്നേരം വൈജി പറയുന്നുണ്ട്, ഇനി അവളിവിടെ നിർത്തിയാൽ ശരിയാകിയല്ല, അവളുടെ മുമ്പിൽ നമ്മൾ ചെറുതായിക്കൊണ്ടേയിരിക്കും, അതുകൊണ്ടാണ് അവളോട് ഞാൻ ഇവിടുന്ന് പോകാൻ പറഞ്ഞത് എന്ന് പറയുമ്പം കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അതായിരുന്നോ ശരി, തെറ്റ് ചെയ്തവരെയല്ലേ ശിക്ഷിക്കേണ്ടേ, അല്ലാതെ നിരപരാധികളെ അല്ലല്ലോ എന്ന് പറയുമ്പം വൈജി പറയുന്നുണ്ട്, അതിനുള്ള ശിക്ഷ ഞാൻ രോഹിത്തിന് കൊടുത്തിട്ടുണ്ട്, എൻ്റെ കൈയുടെ എല്ലാം ഒടിയുന്നത് വരെ ഞാൻ അവനെ തല്ലി, അതുപോലെ മനു റൂമിൽ കയറ്റി ഹരിയൻ തല്ലിയിട്ടുണ്ട് എന്ന് പറയുമ്പം ഇത്രയൊക്കെ ചെയ്താൽ മതിയോ, ഇതാണോ ഒരു ശിക്ഷ, എന്നോടാണ് ഒരാൾ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഈ ശിക്ഷ കൊടുത്താൽ മതിയോ എന്ന് ചോദിക്കുന്നതെങ്കിൽ വൈജയങ്ങ് ഞെട്ടിപ്പോവാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, കഴിഞ്ഞ കാര്യം കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി ഒരു ചർച്ച വേണ്ട എന്ന് പറഞ്ഞിട്ട് വൈജയന്തി അങ്ങോട്ട് പോകുന്നു. കൃഷ്ണമോൾക്ക് അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ കൃഷ്ണമോൾ അലീനയുടെ അടുത്തോട്ട് വരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി പോകണ്ട, ചേച്ചി പോയി കഴിഞ്ഞാൽ ഇവിടെ ആരും ഇല്ലാതെയാകും, ഈ വീട്ടിൽ കുറേ പ്രശ്നങ്ങളില്ലേ ചേച്ചി, അതൊക്കെ സോൾവ് ചെയ്യേണ്ടേ എന്നൊക്കെ
ചോദിക്കുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട്, ഉണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട്, രോഹിത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി അവനെ നേർവഴിയിലാക്കണം, ബബിതയെ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം, അതുപോലെ നിനക്കും കുറേ കെയറൊക്കെ കൂടുതൽ കിട്ടേണ്ട ഒരു സമയമാണിത്. അതുപോലെ അച്ഛനെ നിങ്ങളെല്ലാവരും ഒരുപാട് സ്നേഹിക്കണം. ഒരു ബിസിനസ് മെഷീനായിട്ട് നിങ്ങളാരും അദ്ദേഹത്തെ കാണരുത്. ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ സ്നേഹം അദ്ദേഹം മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അലീന ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുക. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, ശരിക്കും ഇവിടുന്ന് മാറി നിൽക്കേണ്ടത് അമ്മയാണ്. അമ്മ ഇവിടെ ഇല്ലെങ്കിൽ 99% പ്രശ്നങ്ങളും തീരുവാണ് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, അതൊക്കെ നിനക്ക് തോന്നുന്നതാ, നിൻ്റെ അമ്മ ഇവിടെ ഇല്ലെങ്കിൽ നിനക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യില്ലേ എന്ന് ചോദിക്കുമ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, എനിക്ക് ഫീൽ ചെയ്യും. അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സമാധാനമാണ്, എന്ത് സന്തോഷമാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ പോടി കള്ളി എന്ന് പറയും കേട്ടോ അലീന. അന്നേരം ഇല്ല ചേച്ചി, സത്യവാ പറഞ്ഞേ, അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ശ്വാസം മുട്ടലാണ്. അമ്മ ഞങ്ങളുടെ ഒരു കാര്യവും ശ്രദ്ധിക്കാറില്ല. രാവിലെ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, കീഴേറി കിടന്ന് ഉറങ്ങുന്നു, ഇതല്ലാതെ ഒരു കാര്യവും ഇല്ല. പിന്നെ വേറെ വേലക്കാരി വെച്ച് കഴിഞ്ഞാൽ കുറേ ഗോസിപ്പ് ഉണ്ടാവില്ല അവർക്ക് പറയാൻ, അത് കേട്ടുകൊണ്ടിരിക്കും. അത്രയൊക്കെ ഉള്ളൂ. ചേച്ചിക്ക് ഈ വീട്ടിൽ പറ്റിയ ഏറ്റവും വലിയ പരാജയം ചേച്ചി അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാത്തതാണ് എന്ന് പറയും. ഏതായാലും പിന്നെ ഭയങ്കര സങ്കടമാണ് കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചി പോയി കഴിഞ്ഞാൽ എനിക്കൊരു നല്ല ചേച്ചിയെ നഷ്ടപ്പെടും, എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം അലീന കൃഷ്ണമോളുടെ കയ്യെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് നല്ലൊരു അനിയത്തിയെ നഷ്ടപ്പെടുമെന്ന്. രണ്ടുപേർക്കും ഭയങ്കര സങ്കടമാട്ടോ. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെയാണ്. ബാലേന്ദ്രൻ അലീനെ ആ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നമെന്ന് മുത്തശ്ശൻ മരിച്ചതിന് ശേഷം മനു പറയുന്നുണ്ടല്ലോ, അന്നോട്ടുള്ള കാര്യങ്ങൾ മൊത്തം ഇങ്ങനെ ആലോചിക്കുവാണ്. വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ പ്രമോ കാണിക്കുന്നുണ്ട് മക്കളെ. ബാലേന്ദ്രൻ നേരെ പോവുകയാണ് നമ്മുടെ വൈജയന്തിയുടെ പൂർവ്വകാലം തിരക്കി. അപ്പോൾ വീട്ടിലോട്ട് വരാതെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ ഭയങ്കര ടെൻഷനാണല്ലോ. ബാലേന്ദ്രനും ആകെ ടെൻഷനിലാണ്. അതുകൊണ്ട് തന്നെ ആരോടും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഏതായാലും വീട്ടിലാകെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനും ബുദ്ധിമുട്ടൊക്കെ ആവുന്നുണ്ട്. എങ്ങോട്ട് പോയി എന്താണെന്ന് അറിയില്ലല്ലോ. അലീന ഈ കാര്യം മനുവിനെ വിളിച്ച് പറയുന്നുണ്ട്. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം, അവിടെ എന്തെങ്കിലും വഴക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം നടന്നോ എന്നൊക്കെ ചോദിക്കുന്നൊക്കെ. അതുപോലെ വൈജയന്തിയും ആകെ ടെൻഷനിലാണ്. ബാലേന്ദ്രൻ തിരിച്ചെത്തിയിട്ടില്ല എന്നറിഞ്ഞ് മുത്തശ്ശിയും സങ്കടപ്പെട്ട് കരയുന്നൊക്കെയുണ്ട്. പിന്നെ കാണിക്കുന്ന സ്വപ്നമാണോ എന്നറിയത്തില്ല. ബാലേന്ദ്രൻ തിരിച്ചു വന്നതിന് ശേഷം നമ്മുടെ വൈജയന്തിയുടെ തലയ്ക്ക് തോക്ക് ചൂണ്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം കരഞ്ഞുകൊണ്ട് ഓടി ചെല്ലുന്ന നമ്മുടെ അലീനയെ കാണിക്കുന്നുണ്ട്. അന്നേരം അലീന ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എന്തോ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, അറിഞ്ഞിട്ട് ഇവള് മരിക്കട്ടെ, അതാ നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും തോക്ക് ചൂണ്ടി നിൽക്കുന്ന ബാലേന്ദ്രനെയും കരഞ്ഞുകൊണ്ട് ചെയ്യല്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ അലീനയും കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ആരെയാണ് എന്താണെന്ന് അറിയത്തില്ല. ഏതായാലും നല്ല കിഡിലൻ എപ്പിസോഡ്സാണ് ഇനി വരാനിരിക്കുന്നത്.